സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മഷ്റൂം കറി ഉണ്ടാക്കാം. അതിന് ഈ പ്ലേറ്റിൽ കാണുന്ന സാധനങ്ങളാണ് വേണ്ടത്. ഒരു ചെറിയ സവാള മുറിച്ചത്, ഒരു തക്കാളി മുറിച്ചത്, കുറച്ച് മല്ലിയില, ഒരു ക്യാപ്സിക്കം മുറിച്ചത്, 2 പച്ചമുളക് മുറിച്ചത്, മഷ്റൂം മുറിച്ചത്, ഇവയെല്ലാമാണ് വേണ്ടത്. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1 നുള്ളി ജീരകമിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും കൂടി ചതച്ച കൂട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ആയി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് മുറിച്ചതും തക്കാളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയും സവാളയും എല്ലാം ഒന്ന് നല്ലതുപോലെ വെന്ത് വരുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇവയെല്ലാം ഇട്ട് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയ ശേഷം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. തണുത്ത ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് അരച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതിയാകും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം. കറി നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ അതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂമിന് അധികം വേവില്ല. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല കറിയാണ്. മഷ്റൂം ആയതുകൊണ്ട് ആരോഗ്യത്തിനും നല്ലതാണ്. ഇനി ഒന്ന് തുറന്നു നോക്കി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കവും അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചാട്ട് മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. തേങ്ങയുടെ കട്ടിയുള്ള 1-ാം പാലാണ് ഒഴിക്കേണ്ടത്. അത് തിളച്ച് വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.